തീർച്ചയായിട്ടും ഇത്രയും പ്രത്യേകതകളുണ്ട് പൂങ്കുന്നത്തിന്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ഇലക്ഷന് നമ്മുടെ കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന്റെ ഒപ്പം സുരേഷ് ഗോപി അദ്ദേഹത്തിനോടൊപ്പം തന്നെ പ്രവർത്തിക്കാനായിട്ട് ഇലക്ഷൻ ഇൻചാർജായിട്ട് അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചു 2024 അതിനു മുൻപ് 2021 അതെ. അപ്പോൾ നമ്മൾ പ്രവർത്തിച്ചിട്ട് അദ്ദേഹത്തിന് വിജയം കൈവരിക്കാൻ സാധിക്കുക, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചതും പൂങ്കുന്നത് തന്നെയായിരുന്നു അല്ലേ? അതൊക്കെ ശരിക്കും നമുക്ക് അഭിമാനമാണ്. നമ്മുടെ കഠിന പ്രയത്നത്തിനുള്ളൊരു റിസൾട്ട് കൂടിയായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ 2019 സുരേഷ് ഏട്ടൻ വന്നു പോയതിന് ശേഷം ഒരുപാട് കഠിന പ്രയത്നം ചെയ്തിട്ടാണ് സുരേഷ് ഏട്ടൻ 2024 ജയിച്ചിട്ടുള്ളത്. കാരണം എന്നെ സുരേഷ് ഏട്ടനോടൊപ്പം ഞാനൊരു എളിയ പ്രവർത്തകനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ. അപ്പോൾ എന്നെ സുരേഷ് ഏട്ടനൊപ്പം 2019 വരുമ്പോൾ അദ്ദേഹത്തിനൊന്ന് കാണുക, അദ്ദേഹത്തിനോടൊന്ന് കൈ കൊടുക്കുക എന്നുള്ള ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽക്കപ്പുറം എന്തോ ദൈവനിയോഗമായിട്ട് പാർട്ടിയാണ് എന്നെ അദ്ദേഹത്തിൻ്റെ ഇൻചാർജായിട്ട് അയക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ അദ്ദേഹത്തെ പോലെ ഒരാളുടെ പൊതുവെ എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. പെട്ടെന്ന് കാരണം അദ്ദേഹം പൊളിറ്റീഷ്യനല്ല, അദ്ദേഹം ഒരു സെലിബ്രിറ്റിയിൽ നിന്ന് പൊളിറ്റീഷ്യനിലേക്ക് വന്നിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മെരുക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എനിക്കെന്തോ ദൈവം സഹായിച്ച പോലെ അദ്ദേഹത്തിനോട് പ്രവർത്തിക്കാനും 2021 കപ്പിനും ചുണ്ടിനിടയിൽ വിജയം നഷ്ടപ്പെട്ടു. പക്ഷേ 2024 തൃശ്ശൂരത്തെ മുഴുവൻ പ്രവർത്തകരും പിന്നെ തൃശ്ശൂരത്തെ മുഴുവൻ ജനങ്ങളും അദ്ദേഹം തൃശ്ശൂരിന് വേണം എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തൃശ്ശൂർ നൽകി. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട് ഇന്ന് തൃശ്ശൂരിനുണ്ട്. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ് പൂങ്കുന്നത്തിന് പ്രത്യേകിച്ചും.